കുട്ടികളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ എൽ പി യു പിയുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇത് വേണമെന്നുള്ളവർ എല്ലാവരും ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ഈ ഒരു PDF മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15-ാം തീയതിയാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ എക്സാം അവസാനിക്കുന്നത് എപ്പോഴാണ്? 23rd-നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ് വരെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ലാംഗ്വേജസ് ആണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ മലയാളം സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ചൊവ്വാഴ്ച 2 പരീക്ഷയുണ്ട്. കലാപ്രവൃത്തി, ആരോഗ്യ, കായിക പരിചയം, അതേപോലെ തന്നെ എന്താണ് ഹിന്ദിയും നടക്കുന്നുണ്ട്. ആൻഡ് ബുധനാഴ്ച നമുക്ക് സോഷ്യൽ സയൻസ് മാത്രമാണുള്ളത്. ആൻഡ് നിങ്ങൾക്ക് വ്യാഴാഴ്ച ഇംഗ്ലീഷ് മാത്രമാണുള്ളത്. വെള്ളിയാഴ്ച അടിസ്ഥാന ശാസ്ത്രം അല്ലെ ബേസിക് സയൻസ്. ആൻഡ് തിങ്കളാഴ്ച, ശനി ഞായറും എൻ്റെ കുട്ടികൾക്ക് ഗണിതം പഠിക്കാനുണ്ട്. ഓക്കെ, ആഫ്റ്റർനൂൺ ആണ്. പിന്നെ നമുക്ക് മലയാളം സെക്കൻഡ് ചൊവ്വാഴ്ച. ലാസ്റ്റത്തെ പരീക്ഷ എൻ്റെ കുട്ടികൾ നോക്കുക, 7ാം ക്ലാസ്സുകാർക്ക് എന്താണ്? ഫോർനൂൺ, രാവിലെയാണ് നടക്കുന്നത്. ബാക്കി എല്ലാ എക്സാംസും നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. 7ാം ക്ലാസ്സുകാരുടെ കാര്യമാണ് മിസ് പറഞ്ഞത്. ആൻഡ് ഇവിടെ 2 എക്സാം ഉള്ള ദിവസം പിന്നെ രാവിലെയും ഉച്ചയ്ക്കും എക്സാം ഉണ്ട്. പിന്നെ 6ാം ക്ലാസ്സുകാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് മലയാളം സെക്കൻഡ് ആണ്. ലാസ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. പിന്നെ നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ട് ഹിന്ദി ഉണ്ട്. ആൻഡ് ബുധനാഴ്ച എൻ്റെ കുട്ടിക്ക് 2 പരീക്ഷ ഉണ്ട്. പ്രവൃത്തി, ആരോഗ്യം, കായിക വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ഇംഗ്ലീഷും ഫോർനൂണും ആഫ്റ്റർനൂണും ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ വ്യാഴാഴ്ചയാണ് എൻ്റെ കുട്ടികൾക്ക് രാവിലെയാണ് ഗണിതത്തിൻ്റെ പരീക്ഷ വരുന്നത്. ആൻഡ് വെള്ളിയാഴ്ചയും രാവിലെയാണ് ബേസിക് സയൻസ് വരുന്നത്. ആൻഡ് തിങ്കളാഴ്ച സോഷ്യൽ സയൻസ്. അപ്പം നിങ്ങളുടെ എക്സാംസ് എല്ലാം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 6ാം ക്ലാസ്സുകാർക്ക് രാവിലെയാണ് എക്സാം നടക്കുന്നത്. അതിലെന്താണ്? ഒരു ദിവസം മാത്രം 2 പരീക്ഷയുണ്ട്. ഇനി എൻ്റെ മക്കളുടെ 5ാം ക്ലാസ്സുകാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് സോഷ്യൽ സയൻസ് ആണ്. അപ്പം നിങ്ങളുടെ എക്സാംസ് എല്ലാം ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. ഓക്കെ, അധികം ആഫ്റ്റർനൂൺ അല്ല, ഫോർനൂൺ ആണ് നിങ്ങളുടെ എക്സാംസ് എല്ലാം വരുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷാണ്. 3ാമത്തെ ദിവസം അതായത് ബുധനാഴ്ച ഹിന്ദിയാണ്. ആൻഡ് 4ാമത്തെ ദിവസം വ്യാഴാഴ്ച നിങ്ങൾക്ക് 2 പരീക്ഷയുണ്ട്. ബേസിക് സയൻസും ഉണ്ട്, അതേപോലെ തന്നെ കലാപ്രവൃത്തി, ആരോഗ്യം, കായിക വിദ്യാഭ്യാസം ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ച മലയാളം സെക്കൻഡ്, അതുപോലെ തന്നെ 2 ദിവസം ലീവ് കഴിഞ്ഞിട്ടാണ് മാത്സ് അല്ലെങ്കിൽ ഗണിതം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ കുട്ടികളുടെ UP-ക്കാരുടെ ടൈം ടേബിൾ വരുന്നത്. ആൻഡ് LP-ക്കാരുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇത് വേണ്ടവർ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു PDF മിസ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ടൈം ടേബിളൊക്കെ ചെക്ക് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.